ഇയാൾ അപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഇയാൾക്ക് അയക്കുന്ന അയാൾക്കൊരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറെ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം, ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം, അതാണ് ഇതാണ്. ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി പല പെൺകുട്ടികളും പലരുടെ കൂടെയും കിടന്നു കൊടുത്തിട്ടുണ്ട് എന്ന അഖിൽമാരാർ ഒരു ആരോപണം ബിഗ് ബോസിനെതിരെ ഉന്നയിച്ചിരുന്നു. ആ ഒരു ആരോപണത്തെ തുടർന്നുകൊണ്ട് ഇപ്പോ മുന്നോട്ടേക്ക് വന്ന 2 പെൺകുട്ടികൾ അവരുടെ അനുഭവം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ തിരക്കിയപ്പോഴും അതുപോലെ തന്നെ ഓഡിഷന് വിളിച്ചപ്പോഴും ഉണ്ടായിരുന്ന അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇയാൾ അപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജ് എന്റെ ബോയ്ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് അയക്കുന്ന അയാൾക്കൊരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഓപ്പോസിറ്റ് നിന്ന് എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല. അപ്പൊ പിന്നെ അയാൾ നിർത്തണമായിരുന്നു. അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറെ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം, ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം, അതാണ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിന്റെ ഫിനാലെ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, മുംബൈയിലാണ് ബാ ഷോ കാണാം. എന്നിട്ട് അയാളെ ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ വേറൊരു കാര്യം, എന്നെ ഇയാളെ നോർമൽ കോൾ ചെയ്യാറില്ല. ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ പൊതുവെ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല. 2 പേരും നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നല്ലേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഞാൻ 2 കോളും എടുക്കാറില്ല. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ചു വിളിക്കുന്നത്. ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും, എന്താ ചേട്ടാന്ന് ചോദിച്ച് വിളിക്കും. അപ്പൊ ഇയാൾ പറയും, ഈ കോൾ ശരിയല്ല, നമുക്ക് വാട്സാപ്പ് കോൾ മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യും. ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും 2 വട്ടമൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തേയില്ല. ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നോർമൽ കോൾ ചെയ്യാതെ വാട്സപ്പ് കോൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല. അഥവാ ഈ പെൺകുട്ടി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കരുത്. താൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിയുമല്ലോ, അത് നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാട്സപ്പ് കോൾ വിളി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. വാട്സപ്പ് കോളും വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, വേറൊരു ഫോണിൽ ഷൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബിഗ് ബോസിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് കയറാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ മുതൽ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇതാണ്. ഈ പെൺകുട്ടി തുറന്നു പറയുന്ന നോക്കിയിട്ട് അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു, അഖിൽമാരാരുടെ ആരോപണങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. സോ യെസ്, എന്നെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഫിനാലെ നടക്കല്ലേ, കയറി ബാ, മുംബൈയിലാണ്, നമുക്കിവിടെ കുറെ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, ആ രീതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മുടന്ന ന്യായമൊക്കെ പറഞ്ഞു. ഞാനും ഇത് വിട്ടൊരു കാര്യം, ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഓഡീഷൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഓഡീഷനിൽ നടന്ന എല്ലാ റൗണ്ടിലെ കാര്യം ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് ഒരു ഓഡീഷൻ. അപ്പം ഒരു 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ എന്തോ ഇവർ ബിഗ് ബോസിൽ ഒരു ക്ലിപ്പിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരുടെയും ഇന്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത്. അപ്പം അവരെല്ലാവരും ഇരുന്ന് അതേ ചെയറിൽ അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത്, ഞാനത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ. ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പതി നേടാൻ ഞാൻ നോക്കില്ല. നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ പറയില്ല. ഐ വാസ് ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദം. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലിയെ കുറിച്ച് പറയില്ല. അപ്പോൾ ഒരു കുറെ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്താണ് അച്ഛൻ എവിടെയാണ് ഇപ്പം, അമ്മ എവിടെയാണ് ഇപ്പം, എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഐ എം എൻ ഓർഫൻ, അച്ഛനും അമ്മ എനിക്കില്ല, 18 വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി, അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവമൊന്നുമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇവർ അന്ന് അവിടെ ഇരുന്നിട്ടും എന്നോട് ഇങ്ങനെ ഇരുത്തി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടുകാരെന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട, അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന്. അപ്പോൾ സെന്റി കഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ സെന്റി കഥകളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറയണം. കഴിഞ്ഞ സീസണിലും ഇതിനൊരു സെന്റി കഥയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പൂക്കൊട്ടക്കാവടി. എന്തോന്നടേ ഇത്? സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോ ഫുള്ളി മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ടും ഈ ഷോ ഒക്കെ വളരെ സീരിയസ് ആയിട്ടിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്, അവരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ ഇനി ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പൊ പഠിച്ചു വെച്ചോ, സെന്റി കഥ എന്തെങ്കിലും ജീവിതത്തിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലും വെക്കണം, എന്നാലാണ് പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇവർ ഈ ടോപ്പിക് വിട്ട അത് ആയപ്പോഴും ഇവർ ഒരുമാതിരിയായി, ഇവർക്ക് അത് കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്നോട് ഇത് കഴിഞ്ഞ് കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിന്റെ ഒരു ടോപ്പിക് വന്നു. ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫെയർസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി. അപ്പം ഇത് എത്തിയ സമയത്ത് അപ്പം എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്സിൽ ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്.
അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളെ മാത്രമല്ല, എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല. ആരെങ്കിലും എന്താണ് ഈ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും, എൻ്റെ ഫ്രണ്ടിനോട് ഞാനത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും. അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനാ ഇവർ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതവിടെ പറഞ്ഞു തീരേണ്ട ഒരു സംഭവമായിരുന്നു. ഞാൻ എത്ര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ തൂങ്ങാൻ തുടങ്ങി. ഇവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു. അതിൽ മെയിനായിട്ട് 4 പേരാണ്. ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു വാഴ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അവരവിടെ എന്തിനാ ഇരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല. അവർ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ. സോ ഇവൻ എന്നോട് പറഞ്ഞത് തനിക്ക് ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരെ, താൻ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു. അല്ല അത് തനിക്ക് അറിയാൻ പറ്റത്തില്ല, ഒരാൾ ഒരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാണും, അല്ലെങ്കിൽ ചിലപ്പം 2 ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത്. അപ്പം തനിക്ക് കിടക്കണ്ടെങ്കിൽ താൻ കിടക്കാതിരുന്നാൽ പോരെ, എന്തൊക്കെയോ ബിഗ് ബോസിൽ മത്സരിക്കാൻ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയറിനെ കുറിച്ചൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്നാലും ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് പറഞ്ഞു ബട്ട് സ്റ്റിൽ മാത്രമല്ല താൻ ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചെയ്തൊരു ചോയ്സ് അല്ല, മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇന്റർവ്യൂവിൽ അവിടെ ആകെ സംസാരിച്ചുകൊണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു. ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കുകയല്ല, പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു അവർ എല്ലാ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. അപ്പം എൻ്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിനകത്തുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. സോ ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, ആ കുട്ടി ആരാണെന്ന്. മേ ബി അങ്ങനെ അല്ലായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയത്. കുറച്ച് ക്യൂട്ട്നെസ് കൂടുതലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും അയാൾക്കത് കിട്ടിയത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സോ ലെറ്റ് ഇറ്റ് ബി. ഈ പെൺകുട്ടിയും അഖിൽമാരാരും ഒരേ തെറ്റ് തന്നെ ആവർത്തി ചെയ്യുന്നുണ്ട്. അഖിൽമാരാര് കുറെ പെൺകുട്ടികൾ അങ്ങനെ കിടന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആരാണെന്ന് പറയാത്തതിന്റെ പേരിൽ ആ ബിഗ് ബോസിൽ വന്ന പല പെൺകുട്ടികളും ഇപ്പൊ അതിനെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഈ സീസണിൽ ഈ പെൺകുട്ടി കൊഞ്ചിക്കൊഴയുന്ന ഒരു പെൺകുട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഇപ്പൊ ഈ സീസണിലുള്ളതെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് കൊണ്ട് ബിഗ് ബോസിൽ ഈ സീസണിലുള്ള പെൺകുട്ടികളെല്ലാം സംശയത്തിന്റെ നിഴലിലാവുകയാണ്. എന്തായാലും ഇവർക്ക് എന്താ ആൾക്കാരെ തുറന്നു പറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആൾക്കാരെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എനിവേ ഇതൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ അനുഭവം. അതിന്റെ ഇന്റർവ്യൂവിന് ഈ ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അനുഭവം ഇതാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇനി എത്ര പേര് വരുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്തായാലും ബിഗ് ബോസും ഏഷ്യാനും എന്റെ മോൾ ഷൈനും ഇതൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ ഈ ഷോയിൽ നിന്ന് ദയവ് ചെയ്ത് പുറത്താക്കുക. അവരെ പുറത്താക്കിയില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. ഷോ തന്നെ അവസാനം പൂട്ടിക്കിട്ടേണ്ട ഒരു അവസ്ഥ വരും. എന്തായാലും നമുക്ക് നോക്കാം. അഖിൽമാരാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പറയുമ്പോൾ തോന്നുന്നത്. ഇനിവേ കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് വരുമോ, ഇതിന്റെ കൂടുതൽ തെളിവുകളൊക്കെ പുറത്തേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.